പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയ ദൈവത്തിൻ്റെ എല്ലാ കൃപയ്ക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതം പുതിയ പുലരൂടി കാണുവാൻ നമുക്ക് ആയുസ്സിനെ ആരോഗ്യത്തെ ദീർഘിപ്പിച്ചു തന്ന കർത്താവിന് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഉടയവനായ സൃഷ്ടിതാവായ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഐശ്വര്യങ്ങൾക്കും കർത്താവിൻ്റെ കൃപകൾക്കുമായി കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് വേദവചന ധ്യാനത്തിനായി 42 അധ്യായം 3 വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നു. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അറിയാം യേശു കർത്താവിനെ കുറിക്കുന്ന വചനമാണ്. മശിഹയെ കുറിച്ചുള്ള പ്രവചനാത്മാവില് ആ പ്രവാചകനായ യെശയ്യാവ് എഴുതപ്പെടുന്ന യേശു ജനിക്കുന്നതിനും ഏകദേശം 750 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെടുന്ന വാക്യ ശകലങ്ങളാണ് ഇവിടെ കേട്ടത്. ഈ അധ്യായം തുടങ്ങുമ്പോൾ 42 അധ്യായത്തിന്റെ തുടക്കവാക്യത്തിൽ തന്നെ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ മകൻ എന്ന മശിഹയ്ക്ക് വെളിപ്പാടോടെ ആരംഭിച്ച് അതിന്റെ 3 വാക്യം എത്തുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയുകയില്ല. ഇതിനൊരു ആത്മീക അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു നമ്മൾ കാണാത്ത ഒരു ഫിസിക്കലായിട്ട് കാണുന്നതല്ലാത്ത ഒരർത്ഥമുണ്ട്. മാനുഷികമായിട്ട് ചതഞ്ഞ ഓട എന്ന് പറഞ്ഞാൽ അത് ഇവന് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഒരു തരത്തിൽ ഓടക്കുഴലിന് ഉപയോഗിക്കുന്ന ഓടയോ അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഈ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പന്തങ്ങളോ അതൊക്കെ ഓടയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഓട ചതഞ്ഞു പോയാൽ പിന്നെ അതിൽ നിന്ന് നാദം കേൾക്കുകയില്ല. അത് ചതഞ്ഞ് പോയാൽ പിന്നെ അതിൽ എണ്ണ നിറയ്ക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ചതഞ്ഞ ഓട മനുഷ്യ കരങ്ങളിൽ ഉപയോഗിക്കാറില്ല, അത് എടുത്തു കളയും. ഇനി ഒരു തിരി പുകയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ചൊല്ലുണ്ട്, കരിതിരി കത്തിക്കാൻ പാടില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയും, അതിനെ എറിഞ്ഞു കളയും. പുകയുന്ന തിരിയെ പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പുകയുന്ന തിരിയുടെ അർത്ഥം ഒന്നെങ്കിൽ തിരി തീർന്നു അല്ലെങ്കിൽ എണ്ണ തീർന്നു. ഇത് രണ്ടായാലും ആ തിരിയെ കെടുത്തിക്കളയും, പിന്നെ ആ തിരിയെ വെച്ചേക്കത്തില്ല. അതിന് ഒന്നെങ്കിൽ അതിന്റെ പരിഹാരം നോക്കിയിട്ടുണ്ട്. എന്നാൽ പുകയുന്ന തിരിയെ കെടുത്തിക്കളയാതെ അതിന്റെ കുറവ് എവിടെയാണെന്ന് നോക്കി അതിനെ ആ കത്തുന്ന രൂപത്തിൽ തന്നെ മാറ്റി സത്യത്തോടെ ന്യായം വിധിക്കുന്ന ഒരുവൻ വരുന്നു. വ്യത്യസ്തമായ ഒരു ചിന്തയാണ് ഇത്. കേൾക്കുമ്പോൾ ഈ വാക്കുകൾക്ക് ഒരാത്മീക അർത്ഥമുണ്ട്. ഇനി വചനം കേൾക്കുമ്പോൾ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. ഇതിന് ലോകത്തിൽ എല്ലാവരും നിന്നെ വേണ്ടെന്ന് വെച്ച് മാറ്റിക്കളഞ്ഞ് ഇതിനെ ചതച്ച് ഈ ഓടയുടെ ഉപയോഗം കഴിഞ്ഞ് അതിന് ഓടക്കുഴലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പന്തമായിട്ട് ഉപയോഗിച്ച് അതിന് ഉപയോഗം കഴിഞ്ഞ് അത് ചതഞ്ഞുപോയി, ഇനി ഉപയോഗശൂന്യമായി പോയി. ഇനി ഇതിനെ ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല, മറ്റുള്ള സാധനങ്ങൾ പോലെ ഇതിനെ റിപ്പയർ ചെയ്യാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് ഇതിൻ്റെ അവസ്ഥകൾ മാറി ഇനി ഇത് എടുത്തു കളയുക എന്നുള്ള തലത്തിലോട്ട് എത്തി നിൽക്കുമ്പോഴാണ് ഒരുവന്റെ കരത്തിലേക്ക് ഈ ഓട എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഒരു തിരി അത് പുകഞ്ഞ് കരിന്തിരിയായി ഇനി ഇത് കൊള്ളുകയില്ല. ഇനി ഇതിനെ ഒന്നെങ്കിൽ എണ്ണ നിറയ്ക്കണം അല്ലെങ്കിൽ തിരി എടുത്ത് കളഞ്ഞ് തിരി മാറണമെന്ന് പറഞ്ഞ് അതിനെ എടുത്തെറിഞ്ഞ് കളയാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഒരുവന്റെ കയ്യിൽ ഈ തിരി എത്തുന്നത്. അപ്പോഴാണ് അവൻ സത്യത്തോടെ ന്യായം വിധിക്കുന്നവനായതുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ മഹാദയാലുവായതുകൊണ്ട്, കാരുണ്യവാനായതുകൊണ്ട്, ഒറ്റ വാക്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നല്ല ശമരിയക്കാരനായതുകൊണ്ട്. അതിലേക്കൊന്ന് വരട്ടെ. നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്ന ആ ഒരു കഥ യേശു പറഞ്ഞു. ആരാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു ഉപമ. ഒരുവൻ യെരൂശലേമിൽ നിന്ന് യെരിക്കോവിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവന്റെ ബാക്കിപത്രങ്ങൾ ഇങ്ങനെയാ പറയുന്നത്, അവനെ പിടിച്ചു, അവന്റെ മുതല് കവർന്നു, അവന്റെ ഡ്രസ് എടുത്തു, അവനെ ഉപദ്രവിച്ചു, അർത്ഥനഗ്നനായി അവനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ഇവനെ കൊള്ളുകയില്ല. അവന്റെ മുതലില്ല, അവന്റെ സ്വത്തില്ല, അവൻ ആരോഗ്യമില്ല, അവനെല്ലാം തീർന്നുപോയി. അങ്ങനെ തീർന്ന ഒരുവന്റെ സമീപത്തുകൂടി ആദ്യം വരുന്നത് പുരോഹിതനാണ്. പുരോഹിതൻ ഇവനെ കൊണ്ട് പ്രയോജനമില്ല. അതിന്റെ പേര് നമുക്ക് പറയാം ചതഞ്ഞ ഓട, പുകയുന്ന തിരി. ഇനി ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവൻ മരണപ്പെട്ടു പോകും. എവിടെയെങ്കിലും കൊണ്ടാക്കിയാൽ പോലും മരണപ്പെട്ടു പോകും. ജീവനെ പോലും പ്രതീക്ഷയില്ലാത്ത ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവന്റെ പേര് നമുക്കിടാം, ഒന്നെങ്കിൽ ചതഞ്ഞ ഓട അല്ലെങ്കിൽ പുകയുന്ന തിരി. അവൻ അവിടെ കിടന്ന് തീർന്നു പോകട്ടെ. അതാ വരുന്നു അടുത്ത ലേവ്യൻ വരുന്നു. ലേവ്യൻ വരുമ്പോഴും ലേവ്യൻ നോക്കി, ഈ ബിസിനസ്സുകാരനായി ലേവ്യൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രോഫിറ്റ് അവനെ കൊണ്ടുണ്ടാകുമോ? ഇല്ല, അവനിൽ നിന്ന് ഒരു പ്രോഫിറ്റും
ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവൻ അർത്ഥപ്രാണനാണ്. മരണമോ ജീവനോ എന്നറിയാത്തതുപോലെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ പോലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന, ആ രക്തം വാർന്ന് കിടക്കുന്ന അവനെ കണ്ടിട്ട് അവന്റെ പ്രോഫിറ്റ് ഇല്ലെന്ന് കണ്ടിട്ട് അവനെ ഇട്ടിട്ട് പോയി. അതേ, അവൻ ഏതെങ്കിലും ഒരു ഉപകാരം അവന് നമുക്ക് പേരിടാം. ഈ ലേവ്യന്റെ കണ്ണിനകത്ത് ചതഞ്ഞ ഓട അല്ലെങ്കിൽ പുകയുന്ന തിരി, ഉപയോഗശൂന്യനായ ഒരുവൻ, ആർക്കും പ്രയോജനമില്ലാത്ത ഒരുവൻ, അവനെ എടുത്തുകൊണ്ടുപോയാലും പ്രയോജനപ്പെടില്ലാത്തൊരുവൻ. അപ്പോഴാണ് വരുന്നത് ഒരു ശമര്യക്കാരൻ. അവന് ഈ കിടക്കുന്നവനെ എടുക്കാൻ യോഗ്യതയില്ല, കിടക്കുന്നവനെ എടുക്കേണ്ട കാര്യം അവനില്ല. മറ്റവരെ അപേക്ഷിച്ച് മറ്റവരുടെ സഹോദരങ്ങളായിരിക്കാം, എന്നാൽ ഈ ശമര്യക്കാരന് ഒരു വേർതിരിവുള്ളത് കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ശമര്യക്കാരൻ വരുമ്പോൾ അർത്ഥപ്രാണനായി കിടക്കുന്ന, സമ്പത്തെല്ലാം അപഹരിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്നത് പോലെയുള്ള, നമ്മുടെ ഭാഷയിൽ പറയുന്ന ചതഞ്ഞ ഓട അല്ലെങ്കിൽ പുകയുന്ന തിരി അവന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അവനെ എടുത്ത് അവന്റെ മുറിവുകൾ നോക്കി എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി, എന്നിട്ട് അവനെ താങ്ങിയെടുത്ത് തന്റെ വാഹനത്തിന്റെ പുറത്തിരുത്തി അടുത്ത സത്രത്തിൽ എത്തിച്ചത് മാത്രമല്ല, 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോ തന്നുകൊള്ളാം, എനിക്ക് ഉത്തരവാദിത്വമുള്ള ഒരുവനാ. ഒരു കണ്ണിനും ദയ തോന്നാതെ ചതഞ്ഞ ഓടയായി പുകയുന്ന തിരിയായി പറമ്പിൽ എറിയപ്പെട്ടപ്പോൾ, ഹല്ലേലൂയാ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോ കുഞ്ഞെ, ഒരു കണ്ണിനും ദയ തോന്നാതെ, നിനക്ക് ഒരു ആശ്രയത്തിന് ഇടമില്ലാതെ, പ്രതീക്ഷയുടെ ഒരു നാമ്പില്ലാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയതുപോലെ ഇരിക്കുകയാണ്. വിഷമിച്ചു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. ഇതാ പുകയുന്ന തിരിയെ കെടുത്താത്ത ഒരുവൻ, ചതഞ്ഞ ഓടയെ ഒടിക്കാത്ത ഒരുവൻ, അവന്റെ പേരാണ് നസറേയനായ യേശു കർത്താവ്. ഒരു നല്ല ശമര്യക്കാരൻ, അവന്റെ പേരാണ്. അതേ, ഉലകത്തിൽ ഇറങ്ങി വന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി കുരിശിന്മേൽ കയറിയ യേശു കർത്താവ്, നിന്റെ ഉടയവൻ, നിനക്ക് പകരമായി യാഗമായവൻ. യേശു കർത്താവ് പറയാ, നല്ല ശമര്യക്കാരൻ, നല്ല കൂട്ടുകാരൻ. അവൻ എന്നിട്ട് പറയുക, പുകയുന്ന തിരി കെടുത്തത്തില്ല, അതേ ചതഞ്ഞോടെ ഒടിച്ചു കളയത്തില്ല. നിന്നെ ആർക്കും വേണ്ടാതിരിക്കുമ്പോ നിന്നെ വേണ്ടി ഒരുവനുണ്ട്, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നിന്റെ സൃഷ്ടിതാവ്. അവന് നിന്നെ വേണം, അവന് നിന്റെ ജീവന്റെ വില അറിയാം. പുരോഹിതന് മനസ്സിലാകാത്ത, ലേവിന് മനസ്സിലാകാത്ത നിന്റെ ജീവന്റെ വില ആ കിടക്കുന്ന നിന്റെ സൃഷ്ടിതാവിന് അറിയാം. നിന്റെ അപ്പനും അമ്മയ്ക്കും പോലും മനസ്സിലാകാത്തപ്പോ നിന്റെ ജീവന്റെ വില അറിയാമെന്ന് സൃഷ്ടിതാവ് മാറോട് ചേർത്തളച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം കുഞ്ഞെ, എനിക്ക് നിന്നെ വേണം. ഇന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ, നിന്റെ സൃഷ്ടിതാവ് നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. അവന്റെ വാഹനത്തിന്റെ പുറത്തേക്ക് സത്രത്തിലാക്കി നിന്നെ സംരക്ഷിക്കുന്നവൻ, അവന്റെ പേര് പറയുന്നു, അവന്റെ വാക്കുകൾ പറയുന്നു, ചതഞ്ഞ ഓടി ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. മാത്രവുമല്ല, അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ, ന്യായത്തോടെ, അതേ സത്യത്തിനു വേണ്ടി ന്യായം വിധിക്കുന്ന ഒരുവൻ നിന്റെ അരികെയുണ്ടെന്ന് ഒന്നുകൂടെ വിശ്വസിക്കട്ടെ. കർത്താവ് നിന്നോട് കൂടിയിരിക്കുന്നു. ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നോട് കൂടിയിരിക്കുന്നു. അതേ, കർത്താവ് നിന്നോട് കൂടിയിരിക്കുന്നു. ചതഞ്ഞുകൂടെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ നിന്റെ കൂടെയുണ്ട്. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, ആർക്കും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് കളയാതെ മാറോട് ചേർത്തടയ്ക്കുന്ന കർത്താവിന്റെ കരം ജനത്തോടു കൂടിയുള്ളതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ശമര്യക്കാരനായ, ചതഞ്ഞോടെ ഒടിച്ചു കളയാത്ത നസറേയനായ യേശു കൂടെ നടന്ന് പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിട്ടിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ അവിടെ ഇവിടങ്ങളായിട്ട് കർത്താവ് പരിപാലിക്കട്ടെ. God bless you. Thank you so much.